അപ്പം ഗൈസ് നമുക്ക് എല്ലാവർക്കും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. അപ്പൊ ഗൈസ് നമ്മളിത് ഷഫിൾ ചെയ്ത് വെച്ചേക്കാണ്. കണ്ടുപിടിക്കാൻ നോക്കാം ഗൈസ്. ഒന്നുമില്ല. അപ്പൊ ഗൈസ് പാത്തു തെറ്റാണ് പറഞ്ഞത്. പാത്തു ഞാൻ കാന്താരി മുളക് കഴിക്കണം ഗൈസ്. ഇന്ന് എരിവ് ഇച്ചിരി കഴിക്കാൻ ചെവി കൂടെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? അവളെ മോന്തിലൊരു എക്സ്പ്രഷൻ വരുന്നില്ല. നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ഇവിടെ ചെയ്യാൻ പോകണം. ഇത് ഒന്നുമില്ല. ഓ ഗൈസ് കറക്റ്റാണ് ഗൈസ്. എനിക്കാണ് പറഞ്ഞു. അപ്പൊ ഗൈസ് ഞാൻ എടുക്കാൻ പോവാണ്. ഇതിന്റെ അകത്ത് ഉപ്പുമുളക് ഉണ്ട് ഗൈസ്. ഉണ്ട് ഉപ്പുമുളകാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ സെക്കൻഡ് റൗണ്ടില് നമുക്ക് രണ്ടുപേർക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ പാത്തു തെറ്റാണ് പറഞ്ഞത്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് കാണാം. പക്ഷെ തേർഡ് റൗണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇത്രയും നല്ലതായിട്ടാണ് പോയത്. നമ്മള് തേർഡ് റൗണ്ട് കാണാനും. നമുക്ക് നേരെ തേർഡ് റൗണ്ട് അവസാനം നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഷഫിൾ ചെയ്തിട്ടും അപ്പൊ ഗൈസ് നമ്മളിത് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി അവസാനം എടുക്കാണ്. എവിടെ ഇതിന്റെ അകത്ത് പുളിയും ഉപ്പുമുളകും ഗൈസ്. അല്ല ഇതിനകത്ത് പുളി മാത്രം. ഇതിനകത്ത് പുളി മാത്രമേ ഉള്ളൂ ഗൈസ്. കഴിച്ചു 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 കഴിച്ചു. അവർക്ക് എക്സ്പ്രഷൻ കിട്ടുന്നില്ല. ഞാൻ വല്ല തിന്നിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പുളിയായിരുന്നു. നെക്സ്റ്റ് പാത്ത് വേണം. ഷഫിൾ ചെയ്തിട്ടാണ്. ഇതൊക്കെ അതിനകത്ത് പുളി ഉപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുളി മാത്രമേ ഉള്ളൂ. ഉപ്പുണ്ടായിരുന്നു. അപ്പൊ പാത്ത് കറക്റ്റാണ് പറഞ്ഞത്. പുളി ഉപ്പും. ഇനി ഗൈസ് എന്റെ പോരാട്ടമാണ്. നിങ്ങളെല്ലാം ഞാനാണ് കഴിക്കാൻ പോകുന്നത്. അയ്യോ നമ്മള് ഷഫിളിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് പുളി ഉപ്പും. അപ്പൊ ഗൈസ്